ആരിട്ടു, അത് എന്തിനു വേണ്ടി, എന്താണ് അവർ അതുകൊണ്ട് നേടിയത്, എന്താണ് ലാക്കാക്കിയത്, ഈ ഉദ്ദേശമാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ ഇതിനകത്ത് ഷെയർ ചെയ്തപ്പെട്ടവരെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പൊ നമ്മള് ഇതില് ഫേസ്ബുക്കിലൊക്കെ കണ്ടുപോലെ ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ പരിസരത്തോ അതൊന്നും എന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഇല്ല. ഷെയർ ചെയ്തവരെ ആരെയും ഞാൻ പേടിപ്പിക്കാനോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അല്ല. പക്ഷെ ഇനി ഒരു കാലത്ത് പിന്നെ ഇങ്ങനെ ഒരു പിക്ചർ ഒരു പെൺകുട്ടിയുടെ വരുവാണെങ്കിൽ, ഇപ്പൊ റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം, കോഴിക്കോട് എന്റെ വാട്സപ്പിന് ശേഷമാണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്. ആ കുട്ടിയുടെ കാമുകൻ ആ കുട്ടിയുടെ ഫോട്ടോ ഇട്ടു. അതിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ആത്മഹത്യ ചെയ്തത്. യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു ഫോട്ടോ ഇടും അതുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ദയവായി അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഒരിക്കലും സൂയിസൈഡ് പോയിന്റിലേക്ക് പോകരുത്. മറിച്ച് 1-2 ദിവസത്തെ ഒരു പ്രശ്നം മാത്രമായിരിക്കും അത്, മാനസിക പ്രശ്നം. അത് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു വിൽ പവർ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ആ കൾപ്രിറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും, അയാളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. തൽക്കാലം ഇങ്ങനൊരു വിഷയം വന്നാൽ പിടിച്ചു നിൽക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിടിച്ചു നിൽക്കണം. എന്തായാലും 3-4 അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ ഈ വീഡിയോ ചിത്രങ്ങൾ നമ്മളെ മാനസികമായിട്ട് ഹോണ്ട് ചെയ്യുമായിരിക്കും. അത് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ആ പിക്ചർ തീരെയാണ്, നമുക്ക് കള്ളനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, നമുക്ക് അയാളെ പിടിച്ചു കൊടുക്കാൻ പറ്റില്ല, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒത്തിരി കള്ളന്മാര് ജനിക്കും. അതിലും ഭേദം ഒരാൾ അല്ലെങ്കിൽ 2-3 പേർ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇനി വീഡിയോ ഇടും, അല്ലെങ്കിൽ ഞാൻ നിന്റെ മോർഫ് ചെയ്ത പടം ഇടും, നീ ഇവിടെ വാ അവിടെ വാന്നുള്ള അത്, അല്ലെങ്കിൽ നീ ഇത് ചെയ്യ അത് ചെയ്യുന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇനി ഒന്നും പറയാനില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഇതിന്റെ ഭീഷണികളുടെ കാലമായിരുന്നു കുറെ ദിവസം, ഇത് ഇടൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നെഗ്ലക്ട് ചെയ്തപ്പം അത് ഇട്ട് കഴിഞ്ഞിട്ട് എന്തായി, എനിക്ക് ഇനി എന്ത് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഭീഷണി അവസാനിച്ചല്ലോ. ഇനി അടുത്തത് വന്നിട്ട് കൊല്ലും എന്നുള്ളതാണ്. അത് ഇന്ന ദിവസം ജീവിക്കും എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇന്ന ദിവസം വരെ ഇന്ന സമയം വരെ ജീവിക്കും നമ്മൾ എഴുതി കൊടുത്തിട്ട് വന്നതല്ല. അത് ഏത് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് പോവാം. അപ്പൊ പിന്നെ അതിനെ പറ്റിയിട്ട് ഞാൻ വറി ചെയ്യുന്നതല്ല. ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവരൊന്ന് ചിന്തിക്കുക. പുറത്തു നിന്ന് ഇരുട്ടത്തു നിന്ന് മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് മുമ്പിൽ വന്നു നിന്നിട്ട് നീ അത് ചെയ്തു ഇത് ചെയ്തു ഇത് ചെയ്യുന്നു പറയുന്നത്. അപ്പൊ അതിന് ധൈര്യമില്ലാത്തവർ എന്തിനിങ്ങനെ പടം നയിക്കുന്നേ? നമ്മൾ ഫ്രണ്ടിലല്ല നിൽക്കുന്നേ, അവരെന്തുകൊണ്ട് ബാക്കിൽ നിൽക്കുന്നു?